ഹായ് ഓൾ, എല്ലാവർക്കും മാർജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയാക്ഷൻ വീഡിയോ ആണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നിവിൻ പോളി നായകനായിട്ട് എത്തുന്ന സിനിമ, ഡിജോ ജോസ് ആന്റണി ജനഗണ മന എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ. ഓക്കെ, അപ്പം ഈ ഒരു സിനിമയുടെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സുകളാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരു ടീസർ വന്നിട്ടുണ്ട്. മകനെ തിരിച്ചു വരൂ എന്ന് മലയാളികൾ ഒന്നടങ്കം നിവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പഴയ നിവിനെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ആ ഒരു നിവിൻ പോളിയെ തിരിച്ച് വീണ്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ചെറിയൊരു ടീസർ നമുക്ക് ഇപ്പോഴൊന്ന് കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഐഡിയ എന്തായാലും ഈ ഒരു ടീസറിലൂടെ നമുക്ക് എന്തായാലും കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി, മാജിക് ഫ്രൈൻസ്, ലിസ്റ്റിൻ സ്റ്റീഫൻ. മുമ്പിൽ കൊണ്ടുവരാ പറഞ്ഞിട്ട് അവന്റെ പോക്ക് ശരിയല്ലെന്ന് അന്നേ മുത്തപ്പൻ പറഞ്ഞതല്ലേ വൈദങ്ങളെ. മഞ്ജു പിള്ള. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവാണവൻ. പുറത്തു കടക്കാൻ അവൻ അറിയില്ല. ഇതേത് പടം? കാരണം അപകടം അവന്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. Violent clashes has affected a village in Kerala, which has forced administration to enforce Section 141 in the district. മലയാളി ഫ്രം ഇന്ത്യ. ഈ പ്രശ്നങ്ങൾ അവനെ കാത്തിരിക്കുന്നു. മലയാളി ഫ്രം ഇന്ത്യ, a film by ഡിജോ ജോസ് ആന്റണി. Hey, വേൾഡ് വൈഡ് May 1 റിലീസ്. നമ്മളെ ചതിച്ചതാണ്. ഡിജോ ജോസ് ആന്റണിയും നിവിൻ പോളിയും ചേർന്ന് ചതിച്ചതാണ്. ഈ ഒരു പടം കോമഡി പടമാണ്, ഫാമിലി എന്റർടൈനർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചതിച്ചതാണ്. ശരിക്കും ഞെട്ടി. ഇങ്ങനെ ഒരു ടീസർ ഈ ഒരു പടത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഒരു സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ ആദ്യം വന്നായിരുന്നു, അതിനുശേഷം സോങ് വന്നായിരുന്നു. അതെല്ലാം തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു എന്റർടൈനർ, ഫാമിലി എന്റർടൈനർ, കോമഡി എന്റർടൈനർ എന്ന രീതിയിലുള്ളതായിരുന്നു എല്ലാ അപ്ഡേറ്റ്സും. പക്ഷേ ഈ ഒരു ടീസർ ശരിക്കും ഞെട്ടിക്കുന്നതായി പോയി. ജനഗണമന എന്ന സിനിമയിൽ ഡിസ്കസ് ചെയ്ത പോലെ അത്രയ്ക്ക് പ്രാധാന്യമുള്ള എന്തോ ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു സിനിമയിലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നൊരു ഹിന്റ് ഈ ഒരു ടീസറിൽ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ ഞെട്ടിച്ച് കളഞ്ഞടെ. ഇതുവരെയുള്ള അപ്ഡേറ്റ്സിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് സിനിമയുടെ യഥാർത്ഥ ഒരു മൂഡ് വ്യക്തമാക്കുന്ന ഒരു ടീസർ. ശരിക്കും ഞെട്ടിയടെ. അൺഎക്സ്പെക്റ്റഡ് സാധനം, ശരിക്കും അൺഎക്സ്പെക്റ്റഡ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിവിൻ പോളി ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഈ ഒരു സിനിമ വളരെയധികം പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്കും. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.